സംസ്ഥാനത്തെ കനത്ത ചൂട് ശമനമില്ലാതെ തുടരുകയാണ്. എല്ലാ ജില്ലകളിലും ഉയർന്ന താപനില മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പാലക്കാട് ജില്ലയിൽ 40 ഡിഗ്രിയും കൊല്ലം, തൃശൂർ, കോഴിക്കോട് ജില്ലകളിൽ 39 ഡിഗ്രി സെൽഷ്യസും താപനില രേഖപ്പെടുത്തി. അതേസമയം ഉഷ്ണതരംഗം മുൻനിർത്തി സർക്കാർ പ്രഖ്യാപിച്ച നിയന്ത്രണങ്ങൾ തുടരുമ്പോൾ പരീക്ഷകൾ മുൻ നിശ്ചയിച്ച പ്രകാരം നടത്താനാണ് തീരുമാനം. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും അഖിൽ പാലോട്ടുമടം, കൊച്ചിയിൽ നിന്നും സുധീഷ് ഗോപാൽ, കോഴിക്കോട് നിന്ന് ഗോകുൽ എന്നിവർ ചേർന്നുണ്ട്. ആദ്യം അഖിലിലേക്കാണ്. അഖിൽ, തലസ്ഥാനത്തും ശക്തമായ ഒരു ചൂട് കാലാവസ്ഥ തന്നെയാണ്. ജനങ്ങൾ വളരെ വലിയൊരു ആശങ്കയിലുമാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ 2 മരണം സൂര്യാഘാതമേറ്റ ഉണ്ടായി എന്നുള്ളതും ജനങ്ങളെ ഭീതിയിലാക്കുന്നുണ്ട്. അത്തരത്തിൽ എങ്ങനെയാണ് നിലവിൽ ജില്ലയിൽ ജാഗ്രത നിർദ്ദേശങ്ങളൊക്കെ പുരോഗമിക്കുന്നത്? വിഷ്ണു, ഗുഡ് മോർണിംഗ്. എന്തായാലും സംസ്ഥാനം വലിയ ചൂടിലൂടെ കടന്നു പോവുകയാണ്. സഹിക്കവയ്യാത്ത ചൂടാണ് ഇപ്പോൾ സംസ്ഥാനത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. വലിയ ഉഷ്ണതരംഗത്തിൻ്റെ വ്യാപ്തി അത് ഓരോ ദിവസം കഴിയും തോറും, ഓരോ മണിക്കൂർ കഴിയും തോറും അതിൻ്റെ വ്യാപ്തി വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ മധ്യ കേരളത്തിൽ പാലക്കാടും തൃശ്ശൂർ ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ താപനില ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 40 ഡിഗ്രിക്ക് മുകളിലാണ് പാലക്കാടും തൃശ്ശൂരും ഒക്കെ തന്നെ ചൂട് അനുഭവപ്പെടുന്നതായി കണക്കാക്കുന്നത്. തൊട്ടു പിന്നാലെ തന്നെ ഈ കലോത്സവവും കായികോത്സവ മേളയൊക്കെ നടക്കുന്നത് പോലെ തന്നെ ജില്ലകൾ തമ്മിലുള്ള വലിയ വാശിയേറെ പോരാട്ടത്തിൽ തൊട്ടു പിന്നാലെ ഓരോ ജില്ലയും കുതിച്ചു കയറുന്നത് പോലെ, പോയിന്റ് നിലയിൽ കുതിച്ചു കയറുന്നത് പോലെയാണ് ഇപ്പോൾ താപനിലയുടെ കാര്യത്തിലും ഓരോ ജില്ലയും മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. പാലക്കാടാണ് അതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത്. തൊട്ടു പിന്നാലെ തൃശ്ശൂരും കൊല്ലവും പത്തനംതിട്ടയും ഒക്കെ തന്നെയുണ്ട്. തിരുവനന്തപുരവും സമാനം ഭേദമെന്ന രീതിയിൽ തന്നെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതീവമായ ഒരു ജാഗ്രതയിലൂടെ കടന്നു പോകണമെന്ന് സംസ്ഥാനത്ത് ആരോഗ്യവകുപ്പും അതുപോലെ തന്നെ കേന്ദ്ര ദുരന്ത നിവാരണ അതോറിറ്റിയും ഒക്കെ തന്നെ ഇപ്പോൾ തന്നെ ഒരു മുന്നറിയിപ്പായി നൽകി കഴിഞ്ഞൊരു. കാരണം സൂര്യാഘാതമേറ്റ് സംസ്ഥാനത്ത് നാളിതുവരെയായിട്ട് ഏകദേശം 6 മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഓരോ ദിവസവും 2-3 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ പ്രായഭേദമന്യേ 30 വയസ്സിന് താഴെയുള്ള ചെറുപ്പക്കാരടക്കം, പ്രായം ചെന്ന ആൾക്കാരടക്കം മരണത്തിന് കീഴടങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കുറച്ചുകൂടി കരുതലോടെ പ്രവർത്തിക്കണം എന്ന് സംസ്ഥാനവും അതുപോലെ തന്നെ കേന്ദ്ര ദുരന്ത അതോറിറ്റിയും അതുപോലെയൊക്കെ തന്നെ നിർദ്ദേശം നൽകുന്നത്. മറ്റൊരു കാര്യം, സംസ്ഥാനത്തെ സ്കൂളുകളുടെ പ്രവർത്തനമാണ്. ഇപ്പോൾ മധ്യവേനൽ അവധിയാണ്. അപ്പോൾ സമ്മർ ക്ലാസുകൾ, ചില ക്ലാസുകളൊക്കെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ ക്ലാസുകൾ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നാണ് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പക്ഷേ ക്ലാസുകളിൽ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തുന്ന സമയത്തും നേരത്തെ നിശ്ചയിച്ച പരീക്ഷകൾ അത് മാറ്റമില്ലാതെ തുടരണം എന്നുള്ള ഒരു നിർദ്ദേശം കൂടി യൂണിവേഴ്സിറ്റി തല പരീക്ഷകളും അതുപോലെ തന്നെ പ്രൊഫഷണൽ കോളേജ് പരീക്ഷകളും IT ഡിപ്ലോമ കോഴ്സുകളുടെ പരീക്ഷകളും ഒക്കെ തന്നെ തുടരണം എന്നതാണ് ഇപ്പോൾ ഒരു നിർദ്ദേശമായി നൽകിയിരിക്കുന്നത്. എന്തായാലും സംസ്ഥാനം അതീവ ജാഗ്രതയോടെ കടന്നു പോകേണ്ട, അതീവ സുരക്ഷിതത്വത്തിൽ നിൽക്കേണ്ട ഒരു സാഹചര്യമാണ് വേനൽ കൊണ്ട് നമ്മൾ ഇപ്പോൾ അനുഭവിക്കുന്നത്. വിഷ്ണു. കൊച്ചിയിൽ നിന്നും സുധീഷ് ഗോപാൽ കൂടി ചേർന്നുണ്ട്. സുധീഷ്, നമുക്കറിയാം കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം തിരക്ക് കൂടിയൊരു സ്ഥലമാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഈ ജോലിക്ക് പോകുന്നവരൊക്കെ തന്നെയും രാവിലെ ഓഫീസ് ടൈമിൽ ഗതാഗത കുരുക്കുണ്ടായാൽ പോലും വളരെയധികം നേരമാണ് റോഡിൽ ചെലവഴിക്കേണ്ടി വരുന്നത്. അങ്ങനെയെങ്കിൽ നിലവിൽ ഈ ഒരു നിയന്ത്രണങ്ങളൊക്കെ കൊണ്ട് മാത്രം ഈ ഒരു സൂര്യാഘാതത്തിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ സാധിക്കുമോ എന്നതാണ് ഉയരുന്നൊരു ചോദ്യം. മാത്രവുമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ അവധി നൽകാനുള്ള ഒരു തീരുമാനം ഉണ്ടാകുന്നത്. അതേസമയം തൊഴിലിടങ്ങളിൽ ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങളും കൊണ്ടുവരേണ്ട ഒരു സാഹചര്യം കൂടിയില്ലേ? വിഷ്ണു, കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം തീരദേശ മേഖലയുണ്ട്, അതോടൊപ്പം തന്നെ നിർമ്മാണ മേഖലകളുണ്ട്. ഇവിടെ എല്ലാം പണിയെടുക്കുമ്പോൾ അത് കൂടുതൽ ശാരീരികമായി അധ്വാനിച്ചുള്ള പണിയാണ്. അതോടൊപ്പം തന്നെ വെയിലിന് മുന്നിൽ തുറന്ന അന്തരീക്ഷത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യവുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഈ കൊടിയ വേനലിനെ ചെറുക്കുന്നതിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ നേരിടുന്നുമുണ്ട്. ഇപ്പോൾ 11 മുതൽ 3 മണി വരെ ഇത്തരം തൊഴിലിൽ നിന്നും മാറി നിൽക്കണമില്ല, വിശ്രമം അനുവദിക്കണം എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അതിനെ പൂർണ്ണമായും അംഗീകരിച്ച് കൊടുക്കാൻ പല തൊഴിലിടങ്ങളിലും സാധിക്കുന്നില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ചെറിയ വള്ളങ്ങളിലും മറ്റും മത്സ്യബന്ധനത്തിന് പോകുന്നവർ ഇതേ പ്രതിസന്ധി നേരിടുന്നു. അത് കടലിലേക്ക് പോകുമ്പോൾ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് നേരിടുന്നു. ഈ രീതിയിലെല്ലാം തന്നെ ഇത്തരം നിയന്ത്രണങ്ങൾ ചിലർക്കൊക്കെ അവരുടെ ജീവിത മാർഗത്തിന് തന്നെ വലിയ വെല്ലുവിളി സൃഷ്ടിക്കുന്ന സാഹചര്യവുമുണ്ട്. അതിനെ എങ്ങനെ മറികടക്കാമെന്നുള്ള ഒരു പ്രതിസന്ധി സാധാരണക്കാരായ തൊഴിലാളികളായ ജനങ്ങൾക്കിടയിൽ നിലനിൽക്കുന്നു. ഇതേ പശ്ചാത്തലത്തിൽ തന്നെ കൊടിയ വേനലാണ് നിലനിൽക്കുന്നത്.
കുടിവെള്ളക്ഷാമം അതിരൂക്ഷമാണ്. അതോടൊപ്പം തന്നെ വൈദ്യുതി ഇടയ്ക്കിടയ്ക്ക് പോകുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ അതിരൂക്ഷമാണ്. ആശുപത്രികളിൽ അടക്കം വൈദ്യുതി മുടങ്ങുന്നത് മൂലമുള്ള പ്രശ്നങ്ങളുണ്ട്. ഇത്തരത്തിൽ പ്രായമായവരുള്ള വീടുകൾ, കുട്ടികളുള്ള വീടുകൾ, ഇതെല്ലാം തന്നെ വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നു. അതോടൊപ്പം തന്നെ കുട്ടികളെ നിയന്ത്രിക്കുന്നത് പോലും വലിയ ബുദ്ധിമുട്ടാണെന്നാണ് മാതാപിതാക്കൾ പറയുന്നത്. അവർ മുറ്റത്തിറങ്ങി കളിക്കുന്നതിനും മറ്റും വാശി പിടിക്കുന്ന കുട്ടികളുണ്ട്, അവരെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. ഈ രീതിയിലെല്ലാം തന്നെ ഈ വേനൽ കടുത്ത പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. ഇത്തരം ഒരു സാഹചര്യത്തെ എങ്ങനെ മറികടക്കാനാകുമെന്നത് സംബന്ധിച്ച് കൃത്യമായ ഒരു ധാരണയും സാധാരണക്കാരായ ജനങ്ങൾക്കില്ല എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. മറ്റ് മുന്നറിയിപ്പുകളെല്ലാം വരുന്നുണ്ട്. ആരോഗ്യ വകുപ്പിൽ നിന്നുള്ളതുണ്ട്, റവന്യൂ വകുപ്പിൽ നിന്നും എല്ലാം, ജില്ലാ ഭരണകൂടത്തിൻ്റെയും എല്ലാം മുന്നറിയിപ്പ് വരുമ്പോഴും അതൊക്കെ പ്രായോഗികമായി എങ്ങനെ നടപ്പാക്കാമെന്ന ഒരു പ്രതിസന്ധി നിലനിൽക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അഖിൽ. യെസ്, സുധീഷ് തുടരുക. കോഴിക്കോട് നിന്ന് ഗോകുൽ കൂടി ചേരുന്നുണ്ട്. ഗോകുൽ, നമുക്കറിയാം ഇത്രത്തോളം കടുത്ത ഒരു പ്രതിസന്ധി തന്നെയാണ്, പ്രത്യേകിച്ചും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജാഗ്രതാ നിർദ്ദേശം ശക്തമായി തുടരുകയാണ്. എന്നിരുന്നാൽ കൂടി നമുക്കറിയാം ഈ വേനൽക്കാലജന്യ രോഗങ്ങൾ കൂടി പടരുന്ന ഒരു സാഹചര്യമുണ്ട്. നിലവിൽ എങ്ങനെയാണ് ജില്ലയിലെ ഒരു സാഹചര്യം? വിഷ്ണു, കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ വേനൽ കടുത്തതോടെ സൂര്യാഘാതമേറ്റ് ഒരു മരണം സംഭവിക്കുന്ന സാഹചര്യം വരെ ജില്ലയിൽ ഉണ്ടായിരുന്നു. ഇന്നലെയായിരുന്നു ഈ കോഴിക്കോട് പന്നിയങ്കര സ്വദേശിയായിട്ടുള്ള വിജേഷ് എന്ന് പറയുന്ന പെയിന്റ് തൊഴിലാളിയായിട്ടുള്ള വ്യക്തി ഈ സൂര്യാഘാതമേറ്റ് മരണപ്പെട്ടത്. കഴിഞ്ഞ ചൊവ്വാഴ്ചയോടുകൂടിയായിരുന്നു ഇദ്ദേഹത്തിന് സൂര്യാഘാതം ഏൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പെയിന്റ് തൊഴിലാളിയായ വിജേഷ്, അതായത് വീടിനകത്ത് പെയിന്റ് അടിച്ചതിന് ശേഷം പുറത്തേക്ക് കൈയും മറ്റും കഴുകാൻ വേണ്ടി പുറത്തിറങ്ങിയ സമയത്ത് സൂര്യാഘാതം ഏൽക്കുകയും കുഴഞ്ഞു വീഴുകയുമായിരുന്നു. തുടർന്ന് ഇവിടെ ബീച്ച് ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അവിടെ നിന്ന് ഈ സ്ഥിതി ഗുരുതരമായതിനെ തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ രാവിലെയാണ് വിജേഷ് മരണത്തിന് കീഴടങ്ങിയത്. സമാനമായൊരു സാഹചര്യം തൊട്ടടുത്ത ജില്ലയായ മലപ്പുറത്തും ഉണ്ടായി. മലപ്പുറത്ത് മുഹമ്മദ് ഹനീഫ എന്ന് പറയുന്ന ഒരു നിർമ്മാണ തൊഴിലാളി കുഴഞ്ഞു വീഴുകയും സൂര്യാഘാതമേറ്റ് കുഴഞ്ഞു വീഴുകയും മരണത്തിന് കീഴടങ്ങുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. സമാനമായ രീതിയിൽ തന്നെയാണ് പണി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന വഴിക്ക് അദ്ദേഹം കുഴഞ്ഞു വീഴുകയായിരുന്നു. 68-കാരനാണ് മുഹമ്മദ് ഹനീഫ. കുഴഞ്ഞു വീണ ഉടനെ തന്നെ തൊട്ടടുത്തുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തുടർന്ന് ഇതേ സാഹചര്യം സ്ഥിതി ഗുരുതരമാവുന്നു. തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നു. അവിടെ വെച്ച് ചികിത്സയിലിരിക്കെ ഇന്നലെ അദ്ദേഹം മരണപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇത്തരത്തിൽ ചൂട് ജനങ്ങളുടെ ജീവിതത്തെയും ജീവനെയും ഒക്കെ വലിയ രീതിയിൽ ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതേ കാര്യത്തെക്കുറിച്ച് സൂചിപ്പിക്കുകയാണെങ്കിൽ, ഇതേ രീതിയിൽ പോവുകയാണെങ്കിൽ ജില്ലയിൽ ഈ പകർച്ചവ്യാധികൾ വലിയ രീതിയിൽ വർദ്ധിക്കുന്നതായിട്ടാണ് ആരോഗ്യവകുപ്പ് പുറത്തുവിടുന്ന വിവരങ്ങൾ. ഈ കഴിഞ്ഞ ഒരു 17 ദിവസത്തിനിടയിൽ 12,000-ഓളം അധികം ആളുകളാണ് വിവിധ രോഗങ്ങളുമായി സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുള്ളത് എന്നാണ് ആരോഗ്യവകുപ്പിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. സർക്കാർ ആശുപത്രിയിൽ മാത്രം പ്രവേശിപ്പിച്ചവരുടെ കണക്കാണ് ഈ 12,000 എന്ന് പറയുന്നത്. സ്വകാര്യ ആശുപത്രിയിലും മറ്റും പരിശോധിച്ച, അല്ലെങ്കിൽ സ്വകാര്യ ആശുപത്രിയിലും മറ്റും ചികിത്സ തേടിയ ആളുകളുടെ കണക്കുകൾ, അവരുടെ എണ്ണങ്ങൾ കൂടി പരിഗണിക്കുകയാണെങ്കിൽ ഈ സംഖ്യ വളരെ വലിയ രീതിയിൽ ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട്. ഉയർന്നു വരും എന്നാണ് ആരോഗ്യവകുപ്പ് അധികൃതർ നൽകിയിട്ടുള്ള നിർദ്ദേശം. അതിന്റെ അടിസ്ഥാനത്തിൽ പലതരത്തിലുള്ള കർശനമായ നിർദ്ദേശങ്ങളും പൊതുജനങ്ങൾക്ക് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്ന് നൽകിയിട്ടുണ്ട്. കനത്ത ചൂടാണ്. കോഴിക്കോട് എന്ന് പറയുന്നത് ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ്, ഒരു ഡെസ്റ്റിനേഷനാണ്. ഇവിടേക്ക് പുറമേ നിന്നുള്ള ആളുകൾ, അയൽ ജില്ലയിൽ നിന്നുള്ള ആളുകളൊക്കെ നിരന്തരം വന്നു പോകുന്നതാണ്. ബീച്ചുണ്ട്, മാനാഞ്ചിറയുണ്ട്, മിഠായി തെരുവുണ്ട്. ഇത്തരത്തിലുള്ള വിനോദസഞ്ചാരികളുടെ ഒരു ശ്രദ്ധാകേന്ദ്രവും ഒരു താല്പര്യ കേന്ദ്രവും ഒക്കെയാണ് കോഴിക്കോട് ജില്ല എന്നതുകൊണ്ട് തന്നെ വലിയ തിരക്ക് നഗരത്തിന്റെ പല ഭാഗങ്ങളിൽ എല്ലാ സമയത്തും അനുഭവപ്പെടുന്നുണ്ട്. എന്നാൽ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായിട്ട്, അതായത് കോഴിക്കോട് ജില്ലയിൽ പാലക്കാടും തൃശ്ശൂരും കഴിഞ്ഞാൽ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തുന്ന ഒരു ജില്ലയാണ് കോഴിക്കോട്. അതുമായി ബന്ധപ്പെട്ട് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ആരോഗ്യവകുപ്പിന്റെ കർശന നിർദ്ദേശങ്ങൾ വന്നതിന് ശേഷം ഈ ഉച്ചയോടടുക്കുന്ന സമയത്ത് ഈ പ്രദേശങ്ങളിൽ തിരക്ക് ഒഴിഞ്ഞ ഒരു സാധ്യതയാണുള്ളത്. ആരോഗ്യവകുപ്പിൻ്റെയൊക്കെ നിർദ്ദേശമൊക്കെ പാലിച്ച് ആളുകൾ വീട്ടിലിരിക്കുന്നു, അല്ലെങ്കിൽ അത്യാവശ്യമല്ലാത്ത ഘട്ടത്തിൽ പുറത്തിറങ്ങാത്ത ഒരു സാധ്യതകളൊക്കെ ജില്ലയിൽ നിലനിൽക്കുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഉഷ്ണതരംഗ സാധ്യത മുന്നറിയിപ്പ് ജില്ലയിൽ 2 ദിവസങ്ങളായി നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഈ രാവിലെയോടെടുക്കുമ്പോൾ, കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി രാവിലെയോടെടുക്കുമ്പോൾ ചെറിയ തണുപ്പും അല്ലെങ്കിൽ മഴയുടെ ഒരു അന്തരീക്ഷമൊക്കെ ഉണ്ടെങ്കിൽ 9-10 മണിയോടടുക്കുമ്പോഴത്തേക്ക് ആ അന്തരീക്ഷം, ആ സാഹചര്യം മാറി കടുത്ത വേനലിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. ഇപ്പോൾ ഈ സമയത്തൊക്കെ വേനൽ കുറവാണ്, ചൂടില്ല. ഒരു 8-9 മണിയൊക്കെ മഴ പെയ്തേക്കാം എന്നൊരു സാധ്യത ജനങ്ങൾക്കിടയിലേക്ക്, അല്ലെങ്കിൽ ആ രീതിയിൽ ചർച്ച ചെയ്യുന്നതിന് സമാനമായ ഒരു അന്തരീക്ഷമാണ് ഉണ്ടാവുന്നതെങ്കിലും കുറച്ചുകൂടി കടുക്കുന്നതോടെ, കുറച്ചുകൂടി മുന്നോട്ടേക്ക് പോകുന്നതോടെ ഈ അന്തരീക്ഷം മാറുകയും കടുത്ത ചൂടിലേക്ക് പോവുകയും ചെയ്യുന്നു. 38 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ജില്ലയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ചൂട്. സാധാരണ താപനിലയിൽ നിന്നും ഏകദേശം 3.7 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്ന താപനിലയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ജില്ലയിൽ രേഖപ്പെടുത്തുന്നത്. അതിനോടനുബന്ധിച്ച് കർശനമായ നിർദ്ദേശങ്ങൾ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. പലതരത്തിലുള്ള രോഗങ്ങൾ പിടിപെടുന്നതിന്റെ ഭാഗമായി, ഈ രോഗങ്ങൾ പിടിപെട്ട് വിവിധ ആശുപത്രിയിൽ ചികിത്സ തേടുന്നതിന്റെ ഭാഗമായി ഈ കാര്യങ്ങളൊക്കെ ആരോഗ്യവകുപ്പിന്റെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് കർശന നിർദ്ദേശങ്ങളും പുറപ്പെടുവിച്ചിട്ടുണ്ട്. പകൽ സമയങ്ങളിൽ
നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല. ഗർഭിണികളും കുട്ടികളുമായിട്ടുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അനാവശ്യമായി പുറത്തിറങ്ങരുത്. തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം ഉപയോഗിക്കുക തുടങ്ങിയ കർശനമായ നിർദ്ദേശങ്ങളൊക്കെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഈ ഒരു ടൂറിസം കേന്ദ്രമായതിനാൽ തന്നെ വിവിധ ജില്ലകളിൽ നിന്നുള്ള ആളുകൾ ഈ പല സ്ഥലങ്ങളിലേക്ക് എത്തുന്ന ഒരു കേന്ദ്രമാണ് കോഴിക്കോട് എന്നുള്ളതിനാൽ തന്നെ കുറച്ചധികം ശ്രദ്ധ ഈ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ജില്ലയിൽ ഉണ്ടാവുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. വിഷ്ണു.